ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. ഇന്നൊരു സൺഡേ കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ അവനവിടെ കിടന്ന് ഭയങ്കര ഉറക്കം. അപ്പം നമ്മളിന്ന് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ചിക്കൻ കറി കൊടുത്തിട്ട് നമുക്കവന് ഫുഡ് കൊടുത്തു നോക്കണം. നമ്മൾ ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്ന ഫുഡുകളെല്ലാം ടേസ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ എന്തായാലും പൊതുവെ കുറേ പേർക്കുണ്ട്. സോ അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഓയിൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഞാൻ ഒരു ചിക്കൻ കറി വെക്കുമെന്ന്. തട്ടിക്കൂട്ട് ചിക്കൻ കറി തന്നെ ആയിരിക്കും, പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാനല്ല പറയാൻ പോകുന്നത്, അവൻ കഴിച്ചിട്ട് പറയുന്നത് നമുക്ക് ഇന്ന് അതിടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. ഞങ്ങളിന്ന് ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ തന്നെ ഏകദേശം 12 മണിയാവാറായിട്ടുണ്ടായിരുന്നു. രാത്രി വന്നിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. എൻ്റെ മൂക്കിൽ ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഇവിടെ ഒരാൾ സുഖമായിട്ട് ഇന്നലെ മൊത്തം ഫുൾ കളിയായിരുന്നു അവൻ്റെ കൂടെ. ആരാ? ക്യാപ്റ്റൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ചോറ് ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവൻ നല്ല ഉറക്കമായതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വെച്ച് ചെറുതാണ്. ഇതേ 2 തക്കാളി ഞാൻ ഇവിടെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി സവാളയുണ്ട്, അത് ഉരിഞ്ഞിട്ട് കഴുകിയിട്ടെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു 1/2 കിലോ ചിക്കനും, പിന്നെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ ചിക്കനും ഉണ്ട്. ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1/2 കിലോ ഓർഗൻസും എടുത്തിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ലിവറും ചിക്കൻ്റെ ഓർഗൻസും ഹാർട്ടും എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള സാധനമാണ്. പകുതി ആൾക്കാർ ഇത് കഴിക്കാറില്ല. ചില ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. പക്ഷേ ഞാൻ കഴിക്കാറുണ്ട്, അവനും കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അതാണ് കറി വെക്കാൻ പോകുന്നത്. കറി എന്ന് വെച്ചാൽ കുറച്ചൊരു സെമി ഗ്രേവി ടൈപ്പായിരിക്കും വെക്കുന്നത്. അത് കുക്കറിൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരും. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് മാക്സിമം, അത്രയും മതി. 15 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും വേവിക്കുന്നത്. ഓൾറെഡി ഇവിടെ റൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് ഇത് അരിയാം. കുറേ നാളുകൊണ്ട് ഇപ്പം ഞാൻ കറി അങ്ങനെയൊന്നും വെക്കാറില്ല. സാധാരണ വന്നിട്ട് എന്തെങ്കിലും എയർ ഫ്രയറിനകത്ത് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്ന കറി കൂട്ടി അങ്ങ് കഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പതിവ്. ഇപ്പം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടും ഇവൻ വന്നുകൊണ്ടും ഇന്നിപ്പോൾ കുക്ക് ചെയ്യണം. മുറിക്കുമ്പം വളരെ തിന്നായിട്ടാണ് മുറിക്കുന്നത്. വളരെ തിന്നായിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറച്ച് വെള്ളമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. നമുക്കങ്ങനെ വലിയ മൂപ്പിക്കാനോ അങ്ങനെയൊന്നുമില്ല. ഉപ്പ്, വെളുത്തുള്ളി ഞാൻ ഫുള്ളായിട്ട് ഇടുന്നത് കേട്ടോ. കാരണം എനിക്ക് ആ വെളുത്തുള്ളി അങ്ങനെ കടിച്ച് തിന്നുന്നതായിട്ട് ഇഷ്ടമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ലിവറുള്ളതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി നല്ലോണം ഇടാം. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. യെസ്, മല്ലിപ്പൊടി ഞാൻ ചേർക്കും. കുറച്ച് ചിക്കൻ മസാല. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നു നമ്മുടെ ഈ ഉള്ളി, തക്കാളി. എണ്ണ ഇല്ലാത്തതുകൊണ്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അതിനകത്തോട്ട് കയറി ഇതങ്ങ് പേസ്റ്റ് കണക്കായിക്കോളും. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന സാധനം എല്ലായിടത്തും അങ്ങനെ കിട്ടത്തില്ല. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഗോംഗൂര പിക്കിൾ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രാക്കാർ സ്പെഷ്യൽ ടൈപ്പ് പിക്കിളാണ്. ഒരു പ്രത്യേകതരം ഇല വെച്ചുണ്ടാക്കുന്നത്. അപ്പം അത് ഞാനൊരു ഫ്ലേവറിന് കുറച്ച് ചേർക്കുക. കാരണം അടിപൊളി ടേസ്റ്റാണത്. സംഭവം സെറ്റ്. ഒന്ന് കലക്കി അങ്ങനെ 2 വിസിൽ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോ സംഭവം എന്നറിയട്ടെ. അപ്പോൾ അങ്ങനെ ഫൈനലായി നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഫൈനൽ ഒരു 2 മിനിറ്റ്സ് കൂടി മതി. ഒന്ന് ഡ്രൈ, കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിക്കായിട്ടിരിക്കും. സോ അതാണ് നമ്മൾ എടുക്കുന്ന കൺസിസ്റ്റൻസി. കാരണം റൈസ് കഴിക്കാനുള്ള ഇപ്പോൾ ഗ്രേവി വേണം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ. ഊറ്റാതെ ചോറ് കണക്ക് റെഡിയാക്കി എടുക്കാൻ നിങ്ങൾക്കറിയോ ഗൈസ്? കോളേജ് ടൈമിൽ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. ചോറ് ഊറ്റാതെ തന്നെ ഇവിടുത്തെ റൈസ് നമുക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി എടുത്തേ. പിന്നെ കണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ കറി. കാണാത്ര വലിയ ലുക്കൊന്നും കാണത്തില്ല, എന്തായാലും മാറ്റട്ടെ. അങ്ങനെ നമ്മൾ കറി വിളമ്പാൻ പോവുകയാണ് ഗൈസ്. സോ നല്ല തിക്കായിട്ടുള്ള കറി വന്നിട്ടുണ്ട്. സൈഡിലേക്ക് കഴിച്ചു കൊടുക്കാം. നല്ലതാണ്. ഗോംഗൂർ അച്ചാറാണ്. So this is our plate. കൊള്ളാല്ലേ? സോ എൻ്റെ ഫുഡ് ക്യാപ്പ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. കഴിച്ചോ? ചൂടാണോ? പയ്യനെ കഴിച്ചാൽ മതി, ആക്രാന്തം വേണ്ട. ചൂടാണെങ്കിൽ പയ്യനെ കഴിച്ചാൽ മതി. അപ്പോൾ എന്തായാലും അവൾക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ ഞാൻ വെച്ച കറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ കഴിക്കട്ടെ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. സമയം 2:30. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നൊരു സാധനമാണ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കാണത്തില്ല എന്ന്. ഡയറ്റിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും കാണത്തില്ല എന്ന്. ഇത് കഴിച്ചു നോക്കിയിട്ട് ഇവൻ പറയും ഇതിന് ഫുഡ് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇവിടെ നീ സത്യമായിട്ട് പറഞ്ഞാൽ മതി, നീ കള്ളത്തിലൊന്നും പറയണ്ട. ഇപ്പം ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള ആള് വേണമെങ്കിൽ തെറി വിളിച്ചുള്ള കൊള്ളത്തിലെന്ന് പറഞ്ഞ കളയും. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കുന്നതിന് മുമ്പ് അവൻ കഴിക്കുന്നത് നോക്കട്ടെ, നമുക്ക് റിയാക്ഷൻ എടുത്തിട്ട് ബാക്കി കഴിക്കാം. എനിക്ക് ഞാനിങ്ങനെ കഴിക്കുന്നതൊക്കെ റിയാക്ഷൻ ആകെ എടുത്തിട്ടുള്ള കല്യാണത്തിന് മുമ്പ്. ഇനിയിപ്പോൾ യൂഷ്വലി കല്യാണത്തിന് പോകാൻ ചേട്ടന്മാർ വീഡിയോ എടുക്കുന്നവർക്ക് ലൈറ്റും കൂടെ വേണമായിരുന്നു സെറ്റാണ്. ലൈറ്റ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോകും. അപ്പം പിന്നെ മറ്റേ അതിനകത്ത് ഫാസ്റ്റ് അടിക്കുന്ന കണക്ക് ചെയ്യേണ്ടി വരും. എന്താ വ്യത്യാസം? അതിനകത്ത് ഓയിലൊന്നും ചേർത്തിട്ടില്ല, ഓയിൽ ഒരു തുള്ളി പോലും ഇല്ല. ചിക്കനകത്ത് നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫാറ്റ് വെച്ചിട്ട് മാത്രമാണ് കുക്ക് ചെയ്തേക്കുന്നത്. എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ആ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് തോന്നുന്നല്ലേ, ഹെവി അവര് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചേർത്ത സാധനങ്ങളും 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. കുക്കറിനകത്ത് 15 മിനിറ്റ് മതി. വേറെ ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള എല്ലാം അതിനകത്ത് കുക്കറിനകത്ത് ഇടുക. ഒരു വിസിൽ കൂട്ടി അടിക്കുക, ഒരു വിസിൽ കുറച്ച് വെച്ച് അടിക്കുക. ഒരു 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് വറ്റിക്കുക. അപ്പം സാങ്ഷൻഡ്. അപ്പം ഞാനും പോയി കഴിക്കട്ടെ, വിശക്കുന്നു. അപ്പം നമ്മളിവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാകും, നമ്മൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കഴിക്കുമ്പം ടേസ്റ്റ് ഒന്നും ഇല്ലാതെ ഉപ്പും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഇവർ പകുതി പകുതിയിൽ മറ്റുള്ള കോമ്പറ്റീഷൻ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന പകുതി ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒക്കെ ഇടത്തില്ലേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവരെല്ലാവരും ഇതാ ചെയ്യുന്നേ, ഈ വേറൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞങ്ങൾ കോമ്പറ്റീഷൻ്റെ അവസാനത്തെ ആ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അങ്ങനെ കഴിക്കുന്നത്. നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് കാലറി കുറയ്ക്കേണ്ട സമയത്ത്, അല്ലാതെ നിങ്ങൾക്ക് മസാല ചേർന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റായിട്ട് അത് കൺസിഡർ ചെയ്യാൻ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തു തരാം. കാരണം ഞാനിതാണെങ്കിൽ കഴിക്കുന്ന കുറേ ഫുഡുണ്ട്. എനിക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിക്കുന്നതിന് ഒരു അഭിപ്രായമില്ല. ഞാൻ എപ്പോഴും ടേസ്റ്റുള്ള ഫുഡ് തന്നെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അവൻ കഴിച്ച് തീരാറായി. അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ.